അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദുമാരെ, നാട്ടുകാരെ, കൂട്ടുകാരെ, മുതിർന്ന സ്നേഹിതർ ഉജ്ജ്വല പ്രസംഗങ്ങൾ നടത്തി കഴിവ് വളർത്തിയെടുക്കുമ്പോൾ ചെറുതെങ്കിലും ഒരു കൈ നോക്കാമെന്ന് കരുതിയാണ് ഞാൻ എഴുന്നേറ്റ് നിന്നത്. എന്നിരുന്നാലും ഒരു ഗംഭീര പ്രസംഗം തന്നെ നടത്താൻ അള്ളാഹു സഹായിക്കട്ടെ. ആമീൻ. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഒരു പ്രധാന സംഗതിയെ കുറിച്ചാണ്. കൂട്ടുകാരെ, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവുമല്ലോ, സ്കൂളിലാണെങ്കിലും മദ്രസയിലാണെങ്കിലും നമുക്ക് കൂട്ടുകൂടാൻ ചങ്ങാതിമാരെ കാണും. നമുക്കൊക്കെയും ചങ്ങാതിമാരുണ്ട്. നിങ്ങളിൽ ചങ്ങാതിമാരില്ലാത്തവരുണ്ടോ? ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ടെന്ന പഴമൊഴിയുണ്ട്. മുടി ചീകാനും മുഖം ക്ലീൻ ആക്കാനും എല്ലാം നാം കണ്ണാടി ഉപയോഗിക്കുന്നുവെങ്കിൽ നമ്മളുടെ ന്യൂനതകളെ കണ്ടെത്തി തിരുത്താനും പരിഹരിക്കാനുമാണ് ചങ്ങാതിമാർ. അവരിൽ സ്വർഗവും നരകവും ഉണ്ട്. നല്ല കൂട്ടുകാർ നമ്മെ സ്വർഗത്തിലേക്ക് വഴി നടത്തുമ്പോൾ ചീത്ത കൂട്ടുകാർ നമ്മെ നരകത്തിലേക്ക് മുഖം കുത്തിക്കും. നീ നിന്റെ കൂട്ടുകാരന്റെ മതത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കൂട്ടുകാരെ, നാം നല്ലവരായി വളരണം. അതിന് നല്ലവരോട് മാത്രം കൂട്ടുകൂടണം. ചന്ദനം ചാടിയാൽ ചന്ദനം മണക്കും, ചാണകം ചാടിയാൽ ചാണകം മണക്കും എന്ന് പഴമക്കാർ പറയുന്നത് എത്ര ശരിയാണ്. അതിനാൽ നമ്മുടെ കൂട്ടുകാർ ആരെല്ലാമാണെന്ന് നാം തിരിച്ചറിയണം. കണ്ണിൽ കണ്ടവരോടെല്ലാം ഉറ്റ ചങ്ങാത്തം പുലർത്തുന്നത് അപകടമാണ്. ഇക്കാലത്ത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഈ രംഗത്ത് നല്ല ശ്രദ്ധ പതിപ്പിക്കാറുണ്ട്. നല്ല ഭാവിക്ക് നല്ല കൂട്ടുകാർ, അതോട്ടാണ് മുദ്രാവാക്യം. നന്മ പ്രചരിപ്പിക്കുന്ന നല്ല ശീലങ്ങളുള്ള ഉത്തമ ചങ്ങാത്തി കൂട്ടായ്മ വളർത്തിയെടുക്കാൻ നാം പരിശ്രമിക്കുക. അതിന് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇത്രയും പറഞ്ഞാൽ എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.